നമ്മുടെ രാജ്യത്ത് ആണിനും പെണ്ണിനൊക്കെ ഒരേ നിയമമാണ്. ആണും പെണ്ണും എല്ലാം ഒരുപോലെ തന്നെയാണ്. അവർക്ക് വ്യത്യസ്തത ഒന്നുമില്ല, വേർപാടുകൾ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണെന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ഇത് പല സന്ദർഭങ്ങളിലും നമുക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും പല സന്ദർഭങ്ങളിലും ആൺ പെൺ വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നത്തെ ലൈവില് ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ട് അനീഷും അനുമോളും ഈ പറയുന്ന ഷൈത്യയും നമ്മുടെ ആദില നൂറ ടീമും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരു ഫൈറ്റിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ആ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ട് അനീഷ് ഒറ്റപ്പെട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന അനീഷും ബാക്കിയുള്ള വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ നമ്മുടെ അനുമോളുടെ ടീമും, അതായത് ശൈത്യം ആദിലെ നൂറയൊക്കെ അടങ്ങുന്ന അനുമോളുടെ ഒരു ടീമും ഉണ്ട്. രേണു സുധിയും എല്ലാവരും ഈ ഒരു ഫൈറ്റിന്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷെ അനീഷ് മാത്രം ഒറ്റക്ക് നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ബിഗ് ബോസിലെ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഇടിച്ചും അടിച്ചും ചവിട്ടി മാന്തിയൊന്നും തീർക്കാൻ പറ്റില്ല. എല്ലാം നാക്കുകൊണ്ടുള്ള ഫൈറ്റാണ്, വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമാണ്. അപ്പോൾ അതില് നമ്മുടെ അനുമോൾക്കെതിരെയും മറ്റുള്ള കണ്ടസ്റ്റൻസിനെതിരെയും ഒറ്റക്ക് നിന്ന് സംസാരിക്കുന്ന അനീഷിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അനീഷ് ഭയങ്കര മാന്യനായ ഒരു വ്യക്തിയൊന്നുമല്ല. അനീഷിന്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്. ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അവിടെ വേണമെന്നുള്ള രീതിയിൽ ഇറക്കാനും അനീഷ് അത്തരത്തിൽ തന്നെയാണ് അനീഷിന്റെ ഗെയിം ഇപ്പൊ മുന്നോട്ട് പോകുന്നതെങ്കിലും. അപ്പൊ കണ്ടന്റുകൾ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ അനീഷ് സംസാരിക്കാതിരിക്കാനായിട്ട് അനുമോളും മറ്റുള്ള കണ്ടസ്റ്റൻസും, അതായത് അനുമോളും അനുമോളുടെ ടീമും, അതിൽ അനുമോളാണ് മെയിൻ, പുള്ളിക്കാരത്തി വന്ന് അനീഷിന്റെ വാ പൊത്തുന്നുണ്ട്, അനീഷിനെ പിടിച്ചിരുത്തുന്നുണ്ട്. അവിടെ കസേരയിൽ ഇരിക്കുന്ന അനീഷിനെ അവിടെ പിടിച്ചിരുത്തി കൈയും കാലൊക്കെ പിടിച്ച് വായൊക്കെ പൊത്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. പക്ഷെ എല്ലാ കണ്ടസ്റ്റൻസും അത് കാണുന്ന സമയത്ത് ഭയങ്കര എന്തോ കോമഡി പ്രോഗ്രാം ബിഗ് ബോസ് ഹൗസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഈ പറയുന്ന എല്ലാവരും അത് നോക്കിക്കാണുന്നത്. പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ അനീഷ് ആണ് ഈ ഒരു അനുമോളെ ഇങ്ങനെ വായൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പിടിച്ചിരുത്തി കസേരയിലൊക്കെ പിടിച്ചിരുത്തി അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കളി എങ്ങനെ മാറും? അനീഷിന് ഓൺ ദ സ്പോട്ടിൽ ബിഗ് ബോസ് ഈ പറയുന്ന ഫിസിക്കൽ അസോൾട്ട് എന്ന പേരിൽ അവിടെ നിന്ന് എവിക്റ്റ് ആക്കി പുറത്തേക്ക് വിടും. പക്ഷെ ഈ ഒരു സമയത്ത് അനീഷിനെ ഈ പറയുന്ന അനുമോളും മറ്റുള്ള വീട്ടിലെ അംഗങ്ങളും കൂടി ചേർന്ന് ഇങ്ങനെ പിടിച്ച സമയത്ത് അതൊരു കോമഡിയായി മാറി. പക്ഷെ അനീഷിന് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാലും ഇതൊരു കോമഡി ആയിട്ടൊക്കെ കാണുകയുള്ളായിരിക്കും. നമുക്ക് ഇപ്പൊ തന്നെ ബിഗ് ബോസ് അത് ഈ പറയുന്ന ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അനീഷിന്റെ വായൊക്കെ പൊത്തിപ്പിടിച്ച് അദ്ദേഹത്തിനെ ഒന്നും മിണ്ടാൻ സമ്മതിക്കാതെ പിടിച്ചിരുത്തുന്നു. ഇത് അനീഷ് ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ ഇതൊരു പരാതിയായിട്ട് ബിഗ് ബോസിലേക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന അനുമോളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആക്കി വിടേണ്ടി വരും. അനീഷ് അത്തരത്തിലൊരു മൂവ്മെന്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും അനുമോളെയാണ് അനീഷ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അനുമോൾ അല്ലെങ്കിലും അനുമോളുടെ ടീമിൽ പെടുന്ന ഷൈത്യയോ ആദിലയോ നൂറയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള ഏതെങ്കിലും ഒരു അനീഷിനോട് ദേഷ്യമുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് ഏതെങ്കിലും ഒരു ക്യാമറക്ക് മുന്നിൽ ചെന്ന് ബിഗ് ബോസ് ഏതേ ഫിസിക്കൽ അസോൾട്ട് അനീഷ് പിടിച്ച് അനുമോളുടെ കൊങ്ങ കയറി പിടിച്ചു വായടച്ച് മൂടി എന്നൊക്കെ പറഞ്ഞ് ഒടുക്കത്തെ പ്രശ്നമായാനെ. അപ്പോൾ ആൺപെൺ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണിത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിൽ ഒരു ഉഗ്രൻ ഫൈറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരുടെ ഭാഗത്താണെന്നല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്